നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഞാൻ ഒരു നാടൻ ലഞ്ചാണ് കാണിക്കുന്നത്. അതിൽ ഞാൻ ഇന്നുണ്ടാക്കുന്നത് ഒരു പടവലങ്ങ കറിയാണ്. അതിനുവേണ്ടി ഞാനൊരു മീഡിയം സൈസ് പടവലങ്ങയും ഒരു മുരിങ്ങക്കായും എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ശരിക്ക് കഴുകി മുറിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു തക്കാളിയും 2 പച്ചമുളകും പിന്നെ ചെറിയുള്ളിയും എടുത്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിന് വേവാനുള്ള വെള്ളവും ഉപ്പും മഞ്ഞളും ഇട്ട് അത് വേവാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ആവശ്യമുള്ള തേങ്ങ ഞാൻ എടുക്കുന്നത് ഒരു 3/4 കപ്പ് തേങ്ങയാണ്. അത് ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അത് ഓൾമോസ്റ്റ് ഫ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് തണുക്കാൻ വെച്ചു. തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അരച്ചെടുക്കാനാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ കഷ്ണങ്ങളൊക്കെ വേവാൻ വെച്ചിരുന്നു. നമുക്കത് വെന്തോന്ന് നോക്കാം. ഏകദേശം ഒരു 75% വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർക്കാം. അതിനൊക്കെ കുറച്ച് വെള്ളം കൂടെ ഈ ജാറിലേക്ക് കഴുകിയെടുത്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇനി കുറച്ച് പുളിയുടെ ആവശ്യം കൂടെ ഉണ്ട്. അതിനുവേണ്ടി ഞാൻ ചെറിയ ഒരു കഷ്ണം പുളി എന്ന് വെച്ചാൽ ഏകദേശം ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്ത് ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു. അത് നമുക്ക് പുളി പിഴിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു തിള വരാൻ വേണ്ടി വെക്കാം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഉപ്പും പുളിയും എരിവും ഒക്കെ ഈ സമയം ചെക്ക് ചെയ്യണം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ചേർക്കാം. ഇതിൽ ഇനി തിളയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഒരു ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റോളം ഇനി വേവിക്കണം. അടച്ചു വെച്ച് ഇത് വേവിക്കാൻ വെക്കുന്നുണ്ട്. അതൊരു 10 മിനിറ്റ് വെക്കാം നമുക്ക്. അപ്പോഴേക്കും അതിൻ്റെ കഷ്ണമൊക്കെ വെന്ത് ചാറൊക്കെ കുറുകി വരും. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിത് അടുപ്പത്തു നിന്ന് മാറ്റി. ഈ ചാറൊക്കെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്ത മസാലയൊക്കെ പിടിച്ചു വന്നു. ഇനി അതിലേക്ക് ഞാൻ കടുക് വറുത്തൊഴിക്കാൻ വേണ്ടി പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് കടുക് പൊട്ടിയപ്പോൾ ചെറിയുള്ളിയും നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ച് നമ്മുടെ ഈ കറിയിലേക്ക് ഞാൻ ചേർക്കുകയാണ്. അങ്ങനെ ഈ പടവലങ്ങ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഇന്നത്തെ ഉച്ചയ്ക്ക് ഊണിനുള്ള കറിയാണ്. അത് ഇന്നത്തെ ഉച്ചയ്ക്ക് ഊണാണ്. ചോറും പടവലങ്ങക്കറിയും ഒരു മെഴുക്കുവരട്ടിയും ഉണ്ട്, പയറ് തോരനും, ഇത് ബൂന്തി റൈത്തയാണ്, പിന്നെ പപ്പടവും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.